Good morning. Morning. Good morning, ma'am. Morning. Okay, അപ്പോൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് ഇതുവരെയായിരുന്നു നമ്മുടെ പ്ലേസ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്ലേസ്മെന്റിന്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ, പ്രിൻസിപ്പിൾസ് ജസ്റ്റ് പറഞ്ഞിരുന്നു. പിന്നെ പ്രോസസ് നമ്മൾ നോക്കിയിരുന്നു, ബെനിഫിറ്റ്സ് ഓഫ് പ്ലേസ്മെന്റ്, അപ്പോൾ തന്നെ പ്രോബ്ലംസ് ഇൻ പ്ലേസ്മെന്റ് വരെയാണ്, 2 പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമുക്ക്. ഓക്കെ, പ്രോബ്ലംസ് ഇൻ പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞത് എത്ര വരെയായിരുന്നു? എംപ്ലോയി എക്സ്പെക്ടേഷൻ ആൻഡ് മാനേജേഴ്സ് എക്സ്പെക്ടേഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ജസ്റ്റ് റിവൈസ് ചെയ്യാം. പ്ലേസ്മെന്റ് ഈസ് നോട്ട് ആൻ എനി ഈസി ടാസ്ക്. പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് അല്ല. It need to match employees' skills with our job requirements. എന്ത് ചെയ്യണം? നമ്മള് ഓരോ പൊസിഷനിലേക്കും ഓരോ ഓർഗനൈസേഷനിലേക്കും ജോബിന്റെ റിക്വയർമെന്റ്സ്, ഏത് വേക്കൻസി ആണോ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, ആ റിക്വയർമെന്റ്സ്, ജോബിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കി അതിനുള്ള സ്കില്ലുള്ള ആളുകളെ വേണം നമ്മൾ നോക്കാനായിട്ട്, മാച്ച് ചെയ്യുന്നുണ്ടോ അനുസരിച്ച് വേണം നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട്, റിക്രൂട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഈ എന്താ the HR tries to make it justifiable and effective, still few problems arise. ഇനി അതുപോലെ തന്നെ HR മാനേജേഴ്സ് ഇത് ന്യായീകരിക്കാവുന്നതും അതുപോലെ തന്നെ ഫലപ്രദമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി എപ്പോഴും വളരെ കുറച്ച് എപ്പോഴും വളരെ കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് അതിലെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ HR മാനേജേഴ്സ് ആണ് അല്ലെ, മാനേജേഴ്സ് ആണ് ഓരോ എംപ്ലോയീസിനെയും ഏതൊക്കെ വേക്കൻസിയിലേക്ക് അവിടെ ഏതൊക്കെ വേക്കൻസികൾ ഫില്ലാക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് എംപ്ലോയീസിനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് HR മാനേജേഴ്സ് ആണ്. അതൊക്കെ കറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഈ പ്ലേസ്മെന്റ് എന്ന് പറയുന്നതിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? എംപ്ലോയീസ് എക്സ്പെക്ടേഷൻസ്. The main problem of placement is employee expectations. Employees generally expect a high salary, difficult task and autonomy, and if the job does not fulfill their expectations, they feel that they are in job which is not the appropriate job for them. അപ്പൊ എന്താണ് ഒരു പ്രധാനപ്പെട്ട പ്ലേസ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ പ്രോബ്ലംസ് എംപ്ലോയി എക്സ്പെക്ടേഷൻസ് ആണ് അല്ലെ. എംപ്ലോയി എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ പ്രതീക്ഷകൾ അല്ലെ. ഒരു ഒരു എംപ്ലോയിയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അവന്റെ മെയിൻ ആയിട്ടുള്ള പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഹൈ സാലറി ആയിരിക്കും അല്ലെ. ഹൈ സാലറി വിചാരിച്ചിട്ടാണ് അവൻ ഓരോ കമ്പനിയിലേക്കും അല്ലെങ്കിൽ അവൻ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ സാലറി പ്രതീക്ഷിച്ചിട്ട് വരുന്ന എംപ്ലോയീസിന് അവരുടെ ഡിഫിക്കൽട്ട് വർക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടാം, ടാർജറ്റ് ഉണ്ടാവാം. പക്ഷേ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അവന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ലോ ആണെങ്കിൽ വളരെ അവൻ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. നിങ്ങളായാലും ഒരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളും പ്രതീക്ഷിച്ചു പോകുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അവർ ന്യായമായിട്ടുള്ള സാലറി തരും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാലറി എന്ന് പറഞ്ഞാല് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകാൻ തക്ക രീതിയിലുള്ള സാലറിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ. പക്ഷെ അവർ തരുന്ന സാലറി എന്ന് പറഞ്ഞാല് ലോ സാലറി ആണെങ്കിലോ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അവിടേക്ക് പോകാനായിട്ടോ ആ ജോലി ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വീണ്ടും അവിടേക്ക് പോകാനായിട്ടോ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ ജോലി ഉപേക്ഷിച്ചു പോകാനുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വേറൊരു കമ്പനിയിലേക്ക് പോകാനായിട്ടാണ് അവർ നോക്കുക അല്ലെ. അതാണ് പറയുന്നത് എംപ്ലോയീസ് എക്സ്പെക്ടേഷൻ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു മെയിൻ പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് മാനേജേഴ്സ് എക്സ്പെക്ടേഷൻസ്.
HR manager sometimes expect more than the employees' capabilities or skills. He finds that there is a mismatch between the employee and his work. അപ്പോ എന്താണ് ഈ HR മാനേജേഴ്സിന്റെ എക്സ്പെക്ടേഷൻ, അവരുടെ പ്രതീക്ഷകൾ എന്തായിരിക്കാം? കാൻഡിഡേറ്റിന്റെ ഉണ്ടാകുന്ന ആ കഴിവുകളെക്കാൾ കൂടുതൽ മാനേജേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, മാനേജേഴ്സ് വിചാരിക്കുന്ന എന്താണ്? അവന് ഉണ്ടാകുന്ന ആ കഴിവിനെക്കാട്ടും കൂടുതൽ അവർ നല്ല രീതിയിലുള്ള സ്കിൽ, നോളജ്, ക്യാപ്പബിലിറ്റി എന്നാണ് അവരുടെ പ്രതീക്ഷകൾ. അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് ആ ജീവനക്കാരൻ അവിടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം തമ്മിലൊരു പൊരുത്തക്കേട് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ചിലപ്പോ നമ്മുടെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടാം, അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് എന്താണ് പണിഷ്മെന്റ് തരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. എപ്പോഴും ചിലപ്പോൾ നമ്മുടെ ദേഷ്യപ്പെട്ട് പെരുമാറാം, അങ്ങനെയുള്ള കാര്യങ്ങള് ഈ മാനേജേഴ്സിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരുടെ പ്രതീക്ഷകളും അതെന്താണ്? നമ്മള് ഈ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹിറ്റ് എറർ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായില്ലേ, 4 എറേഴ്സുകള്. അപ്പൊ അതിലൊക്കെ പറയുന്നുണ്ട് മാനേജേഴ്സിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് അവൻ ആളുകളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത്തരത്തിലുള്ള കഴിവുകളൊന്നും ചിലപ്പോ ആ എംപ്ലോയിക്ക് ഉണ്ടാവണമെന്നില്ല അല്ലെ. അവർക്ക് ഓരോരുത്തരുടേതായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവര് പ്രതീക്ഷിക്കുന്ന അനുസരിച്ചുള്ള കഴിവ് ഒരു എംപ്ലോയീസിന് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ എന്താണ്, അവിടെ തർക്കം വരാം, അല്ലെങ്കിൽ അവിടെ പിരിച്ചുവിടാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മാനേജേഴ്സ് എക്സ്പെക്ടേഷൻസിൽ പറയുന്നത്. ഇനി എന്താ? ചേഞ്ച് ഇൻ ടെക്നോളജി നമ്മൾ പറയുന്നത്. ചേഞ്ച് ഇൻ ടെക്നോളജി. Technology brings a change in job description and specification. Due to this change, the discrepancies result in mismatch between the job and the employee. അപ്പൊ ചേഞ്ച് ഇൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാങ്കേതിക വിദ്യയിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അല്ലെ, പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ മാറ്റങ്ങൾ വരുമ്പോ കമ്പനീസും അതിനോടുകൂടി അപ്ഡേറ്റ് ആവണം അല്ലേ. ഇപ്പൊ പഴയ രീതി തന്നെ തുടർന്ന് പോകുന്ന കമ്പനീസ് ആണെങ്കിൽ അവന് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവരോട് കൂടി ചേർന്നുകൊണ്ട് അവരുടെ മറ്റു കമ്പനികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലേ, കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് അല്ലെ. എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലെ. കാലം മാറുന്നതിനനുസരിച്ചുകൊണ്ട് ചേഞ്ച് ആവേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കമ്പനീസ് ആയാലും പുതിയ പുതിയ ടെക്നോളജീസ്, പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ വരുമ്പോ അതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്, അപ്ഡേറ്റ് ആവണം. ഇനി അത് ആ മാറ്റങ്ങൾ കാരണം ജോലിയിലും കാൻഡിഡേറ്റ്സിനും തമ്മിലുള്ള പൊരുത്തക്കേടുകൾക്ക് കാരണമാകും. അപ്പൊ എന്താണ്, ചിലപ്പോ അത്ര കണ്ട നോളജോ അല്ലെങ്കിൽ അത്ര കണ്ട സ്കില്ലോ ഒന്നും ഉണ്ടാവില്ല. ടെക്നോളജി അനുസരിച്ച് കമ്പനീസിന്റെ ഓരോ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ട് വരാം അല്ലെ. ചിലപ്പോ അതിന്റെ കാര്യങ്ങൾ പഠിക്കണം, അതിന് പ്രാക്ടീസ് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെക്നോളജിയിൽ അല്ലെങ്കിൽ ആ ചേഞ്ചിനനുസരിച്ച് അവർ മാറുള്ളൂ അല്ലെ. അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ടെക്നോളജി ചേഞ്ച് ആവുന്നതിനനുസരിച്ചും കമ്പനീസിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. പ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത്. ചേഞ്ച് ഇൻ ടെക്നോളജി ചേഞ്ച് ആകുന്നതിനനുസരിച്ചും ഈ പ്ലേസ്മെന്റിലുള്ള പല പ്രശ്നങ്ങളും, എംപ്ലോയീസിന് ചിലപ്പോൾ സ്കിൽ ഉണ്ടാവില്ല, നോളജ് ഉണ്ടാവില്ല, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, പ്രാക്ടീസ് കൊടുക്കണം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. ഇനി എന്താ? ചേഞ്ച് ഇൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. Organizational structure and job are influenced by business and strategies such as downsizing, mergers, acquisitions, and delaying, etc. These changes result in a mismatch between the employee and his job. Okay, അവിടെ പറയുന്നത് എന്താണ്? ഈ ഡൗൺസൈസിങ്, അതുപോലെ തന്നെ ഈ മെർജേഴ്സ്, അക്വിസിഷൻ, ഡീലേറിംഗ്, ഇതൊക്കെ എന്താണ്? ബിസിനസ് തന്ത്രങ്ങളായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഓരോ ഓർഗനൈസേഷന്റെയും ഘടനയും ജോലികളെയും സ്വാധീനിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ മാറ്റങ്ങള് കാൻഡിഡേറ്റിന്റെയും ജോലിയിലും കാൻഡിഡേറ്റ്സിനും തമ്മിലുള്ള പൊരുത്തക്കേടിലേക്ക് നയിക്കുന്നുണ്ട്.
ഓക്കെ, ഡൗൺ സൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെഡ്യൂസിങ് സ്റ്റാഫിനെ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും സാമ്പത്തിക മാന്ദ്യം എന്നൊക്കെ ഇല്ലേ? സാമ്പത്തിക മാന്ദ്യം ലോകമെമ്പാടും വന്നപ്പോ എന്താണ്, അവിടെ നിന്ന് ആളുകളെ പിരിച്ചുവിടുന്നുണ്ട് അല്ലെ? ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നുണ്ട് ഓരോ കമ്പനീസിൽ നിന്നും. കാരണം എന്താണ്, അവർക്ക് കൊടുക്കാനായിട്ടുള്ള ക്യാഷ് അല്ലെങ്കിൽ സാലറി കുറവായിരിക്കാം. ഇപ്പോഴും പല കമ്പനീസിലും പുറം രാജ്യങ്ങളിലൊക്കെ പ്രവാസികൾക്കൊക്കെ എന്താണ്, കമ്പനി വൈസുള്ള ജോലിയൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സാലറി ഒന്നും കൊടുക്കാത്ത കമ്പനികളുണ്ട്. അതൊക്കെ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ആ കമ്പനിയിൽ നിന്ന് ഒഴിഞ്ഞു പോവാം അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവാം അല്ലെ? അപ്പോ എന്താണ്, ഇങ്ങനെയുള്ള മാന്ദ്യങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ കമ്പനീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ ഈ എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, അവരെ പറഞ്ഞയക്കുന്നുണ്ട്. നമുക്ക് കൊടുക്കാനായിട്ടുള്ള സാലറിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, ചിലപ്പോ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ മാത്രം നിർത്തി ഇപ്പോ ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകളെയൊക്കെ തിരിച്ചു വിടാറുണ്ട്. ഓക്കെ, അതാണ് ഡൗൺ സൈസിങ് എന്ന് പറഞ്ഞാൽ കേട്ടോ. റെഡ്യൂസിങ് സ്റ്റാഫിനെ റെഡ്യൂസ് ചെയ്യാം. ഇനി മർജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കമ്പനി വിത്ത് അനദർ കമ്പനി അല്ലെ? സോറി, കമ്പനി വിത്ത് അനദർ കമ്പനി എന്ന് പറഞ്ഞാല് രണ്ട്, എ കമ്പനി ഉണ്ടാവും, ബി കമ്പനി ഉണ്ടാവും. ഇത് രണ്ടും കൂടി കൂടിച്ചേർന്നിട്ട് വേറൊരു കമ്പനി, സി കമ്പനി ആയിട്ട് ഫോം ചെയ്യാം. ഓക്കെ, ഇനി എന്താ അക്യൂസിഷൻ എന്ന് പറഞ്ഞാല് ബൈ അനദർ കമ്പനി. ഓക്കെ, അനദർ കമ്പനി ബൈ അനദർ കമ്പനി, അതിനെയാണ് നമ്മൾ അക്യൂസിഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഡീലയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് റെഡ്യൂസിംഗ് ദ നമ്പർ ഓഫ് മാനേജ്മെന്റ് layers or levels in an organization's hierarchy, often to streamlining operations cost. Okay, അപ്പൊ എന്താണ്, ലേബർ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സ്റ്റാഫ് ലെവൽ കുറയ്ക്കുന്നു, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. എന്തൊക്കെയാണ് കമ്പനീസ് ഉപയോഗിക്കുന്ന തന്ത്രങ്ങള്? ഡൗൺ സൈസിങ് ജസ്റ്റ് ഒന്ന് ആരോ മാർക്ക് കൊടുക്കാം. റെഡ്യൂസിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് ഇതാ, അതിന്റെ മീനിങ് ആണ് റെഡ്യൂസിങ് സ്റ്റാഫുകളെ കുറയ്ക്കുന്നത്. മർജേഴ്സ് എന്ന് പറഞ്ഞാല് മർജേഴ്സ് ഹൈഫൺ combining with another company. Acquisition. Buying another company. Delayering, hyphen ida. It means reducing the number of management. It means reducing the number of management layers or levels in an organization's hierarchy, often to streamline STREAMLINE, streamline operation cost. അപ്പൊ നോണി വായിക്കാം. ഡൗൺ സൈസിങ് എന്ന് പറഞ്ഞാല് റെഡ്യൂസിങ് സ്റ്റാഫ്, മർജേഴ്സ് കമ്പൈനിങ് വിത്ത് അനദർ കമ്പനി, അക്വിസിഷൻ ബൈയിങ് another company, delayering, it means reducing the number of management layers or levels in an organization's hierarchy, often to streamline operations cost. Okay, അപ്പോൾ ഇതൊക്കെ എന്താണ്, മാനേജ്മെന്റ് തന്ത്രങ്ങളാണ് അല്ലെ?
ഡൗൺ സൈസിങ് എന്ന് പറഞ്ഞാലും മർജേഴ്സ് എന്ന് പറഞ്ഞാലും അക്വിസിഷൻ, ഡീലെയറിംഗ്, ഇത് ബിസിനസ് ഗ്രാൻഡ് തന്ത്രങ്ങളാണ്. ഓർഗനൈസേഷന്റെ ഘടനയെയും ജോലികളെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. ഈ മാറ്റങ്ങള് കാൻഡിഡേറ്റിന്റെ ജോലിയും കാൻഡിഡേറ്റിനും തമ്മിലുള്ള ഒരു പൊരുത്തക്കേടിലേക്ക് നയിക്കുന്നു അല്ലെ. നമുക്ക് സാലറി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ എന്താണ് കുറെ അധികം ആളുകളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്നു, റെഡ്യൂസ് ചെയ്യുന്നു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലോ അവിടെ നിൽക്കാനായിട്ടായാലും. നമ്മളെ എപ്പോ വേണമെങ്കിലും പുറത്ത് വിടാം എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മള് മറ്റൊരു കമ്പനിയുമായിട്ട് മർജ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് അക്വിസിഷൻ, അതുപോലെ തന്നെ ഡീലെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് സ്റ്റാഫ് ലെവൽ കുറയ്ക്കുന്നു അല്ലെ. സ്റ്റാഫ് ലെവൽ കുറയ്ക്കുക അല്ലെ. അപ്പൊ അത്രയും എന്താണ് സ്റ്റാഫിനെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സാലറി കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ അതൊക്കെ എന്താണ് വളരെ പൊരുത്തക്കേടുകൾ ഉണ്ടാക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. ഇനി സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. Mismatches sometimes is also due to social and psychological factors involved in teamwork or group formation. എന്താണ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ടീം വർക്കിലോ ഗ്രൂപ്പ് ഫോർമേഷനിലോ ഉൾപ്പെട്ടിരിക്കുന്ന സാമൂഹികവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള ഘടകങ്ങൾ മൂലം ചിലപ്പോൾ പൊരുത്തക്കേടുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോ നമ്മളിപ്പോ ടീം വർക്കായിട്ട് ഒരു എന്തെങ്കിലും എന്താണ് പ്രൊജക്ട് വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോ ടീം വർക്കായിട്ട് നമ്മൾ ചെയ്യണം അല്ലെ എല്ലാ കാര്യങ്ങളും. ഇപ്പോ പ്രൊജക്ട് വർക്ക് എന്ന് മാത്രമല്ല എന്താണ് കമ്പനിയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കമ്പനിക്ക് നല്ല സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അല്ലെ കമ്പനിയുടെ എന്താണ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ തന്നെ ചെറിയ സ്റ്റാഫ് മുതൽ വലിയ സ്റ്റാഫ് വരെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കോർഡിനേറ്റ് ചെയ്ത് വേണം പ്രവർത്തിക്കാനായിട്ട്. അതിൽ ഒരാൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം സ്ഥിതി അല്ലെ. ഒരാൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആവും. നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് ആയാലും ഏതൊരു പ്രവർത്തനമായിട്ടുണ്ടെങ്കിലും അത് എന്താവില്ല, പെർഫെക്റ്റ് ആവാനായിട്ട് സാധിക്കുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കമ്പനിയിൽ എന്താണ് ടീം വർക്ക് ആയിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില പൊരുത്തക്കേടുകൾ അതിൽ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സക്സസ് ആവാനായിട്ട് ഒരിക്കലും സക്സസ് ആവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മള് ഗ്രൂപ്പ് വർക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഒത്തുകൂടിയിട്ട് വേണം ചെയ്യാനായിട്ട്, ഒരുമിച്ച് കൂടി കോർഡിനേറ്റ് ചെയ്ത് വേണം പ്രവർത്തിക്കാനായിട്ട്. പക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് പൊരുത്തക്കേടുകളിലേക്ക് മാറുന്നുണ്ട്, സക്സസ് ആവാനായിട്ട് സാധിക്കും. Nature of a job and the problem with the placement is that the focus is on the individual rather than the job. More often the individual does not work without the influence of others. The kinds of a job will determine whether the employee works with the autonomy or is dependent on others. എന്താ പറയുന്നത് ഈ പ്ലേസ്മെന്റ് മറ്റൊരു പ്രശ്നം എന്നത് എന്താണ്, ജോലിയേക്കാൾ വ്യക്തിയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പലപ്പോഴും മറ്റുള്ളവരുടെ സ്വാധീനമില്ലാതെ വ്യക്തിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നില്ല. ജോലിയുടെ തരം അനുസരിച്ചുകൊണ്ടും ജീവനക്കാരൻ സ്വയം ഭരണത്തോടെ പ്രവർത്തിക്കുന്നുണ്ടോ അതോ മറ്റുള്ളവരെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത് എന്ന് നിർണയിക്കുന്നു അല്ലെ. അതെന്താണ്, ഇപ്പോ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ അതെന്താണ്, അതൊരു പ്രശ്നമായിട്ട് വരുമല്ലോ. അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സക്സസിലേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്ലേസ്മെന്റിന്റെ അന്നത്തെ പ്രശ്നമാണ്. മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ അതും എന്താണ് ഒരു പൊരുത്തക്കേടിലേക്ക് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് നൈറ്റ്സ് ഓഫ് ജോബിൽ പറയുന്നത്. ഓക്കെ, ജോലിയേക്കാൾ വ്യക്തിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പലപ്പോഴും മറ്റുള്ളവരുടെ സ്വാധീനമില്ലാതെ വ്യക്തി പ്രവർത്തിക്കുന്നില്ല. ജോലിയുടെ തരം അനുസരിച്ചുകൊണ്ടും ജീവനക്കാരൻ സ്വയം ഭരണത്തോടെ പ്രവർത്തിക്കുന്നുണ്ടോ അതോ മറ്റുള്ളവരെ ആശ്രയിച്ചാണോ എന്നിട്ടും നിർണയിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് 3 types of job in this contest are as follows. ഓക്കെ, 3 കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ.
ഫസ്റ്റ് വൺ ആണ് ഇൻഡിപെൻഡന്റ് അല്ലെ. In certain cases, the job are independent. For example, postal service or field sales. In such a condition, the activities of one worker do not depend on the activities of other workers. This problem of placement is simple as solution for its have been developed. അപ്പൊ എന്താണ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാല് ചില സന്ദർഭങ്ങളില് ജോലികള് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. എക്സാമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പോസ്റ്റൽ സർവീസ് അല്ലെ. പോസ്റ്റ്മാൻമാര് നമ്മുടെ വീട്ടിലൊക്കെ വരും അല്ലെ. അവർ ഒറ്റയ്ക്കാണ് വരുന്നത് അല്ലെ. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫീൽഡ് സെയിൽസ് ഇല്ലേ, സെയിൽ ചെയ്യാനായിട്ട് വരുന്നത് അല്ലെ. പാത്രം എടുക്കോ അല്ലെങ്കിൽ എന്താണ് ഈ ക്ലീനിങ് ആയിട്ടുള്ള ക്ലീനിങ്ങിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. എന്താണ് തുടയ്ക്കാനായിട്ടുള്ള സൊല്യൂഷൻസ് ആയിട്ട് വരാറുണ്ട് ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ പാത്രങ്ങള്, അതുപോലെ എന്താ ദോശത്തവ, ഇതൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിലൊക്കെ വരാറുണ്ടല്ലേ സെയിൽസ്മാൻമാര് അല്ലെ. സെയിൽസ് ഗേൾസ് ഒക്കെ വരാറുണ്ട് ഇല്ലേ. അവരൊക്കെ എന്താണ്, അവരൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആരും കൂടെ ഇല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെയുള്ള ജോലിയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. പോസ്റ്റൽ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഫീൽഡ് സെയിൽസ് ഉണ്ട്. ഓക്കെ, അത്തരം സാഹചര്യങ്ങളില് ഒരു തൊഴിലാളിയുടെ പ്രവർത്തനങ്ങൾ മറ്റു തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നില്ല അല്ലെ. എന്താണ്, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവരുടെ ജോലി ചെയ്യുന്നത്. സർവീസ് ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫീൽഡ് സെയിൽസ് ആയാലും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വന്ന് അവരുടെ ജോലി നിർവഹിക്കുന്നത്. ഇനി എന്താ സീക്വൻഷ്യൽ. In this category, a worker depends on the other worker to do his job. Assembly line are the best examples of the sequential job. Sequential job ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ sequential എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വിഭാഗത്തില് ഓരോ തൊഴിലാളിയും തന്റെ ജോലി ചെയ്യാനായിട്ട് മറ്റേ തൊഴിലാളിയെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, സീക്വൻഷ്യൽ ആയിട്ട് അല്ലെ, ഒരു പ്രോസസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എന്താണ്, മറ്റേ തൊഴിലാളിയെ ആശ്രയിച്ചാണ് ഇദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ജോബ് കംപ്ലീറ്റ് ആകുന്നത്. ഇപ്പൊ ഒരു സോപ്പ് നിർമ്മാണ കമ്പനിയൊക്കെ ആണെങ്കിൽ എന്താണ്, നമ്മൾ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവന്നു അത് മാനുഫാക്ചറിങ് നടത്തുമ്പോൾ ഓരോ പ്രോസസ്സിംഗും കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കംപ്ലീറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി, സോപ്പ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് അല്ലെ. അപ്പൊ ഓരോ എന്താണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റി. ഇപ്പൊ സോപ്പ് കറക്റ്റ് ആയിട്ട് അത് അതിന്റെ എന്താ ഒരു കട്ട പോലെ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം അതിന്റെ എന്താണ് കമ്പനിയുടെ പേര്, ഇപ്പൊ എന്താണ് എന്ത് സോപ്പാണ്, ചന്ദ്രിക ആണെങ്കിൽ ചന്ദ്രിക എന്നുള്ളത് അതിന്റെ അച്ചിൽ കൊണ്ടുപോയിട്ട് അതിന്റെ പേര് നമ്മൾ ഇതാക്കണം. അത് കഴിഞ്ഞ് പാക്കേജിങ് ഉണ്ട് അല്ലെ. അങ്ങനെയാണ് സീക്വൻഷ്യൽ ആയിട്ടാണ് അതിന്റെ പ്രോസസ്സിങ് പോകുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ഒരു തൊഴിലാളി അത് കംപ്ലീറ്റ് ആക്കിയത്, അദ്ദേഹത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രമാണ് മറ്റേ തൊഴിലാളിക്ക് അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ, അദ്ദേഹത്തിന്റെ വർക്ക്. ഓക്കെ, അപ്പൊ ഇത് സീക്വൻഷ്യൽ ആയിട്ടാണ് പോകുന്നത്. അതാണ് അവിടെ പറയുന്നത്. ഒരു വിഭാഗത്തിലെ ഒരു തൊഴിലാളി മറ്റേ തൊഴിലാളിയെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ജോലി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മറ്റേ തൊഴിലാളിയെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതാണ് സീക്വൻഷ്യൽ പറയുന്നത്. ഇനി എന്താ പൂൾഡ്, എന്താണ് ഹൈ ഇൻഡിപെൻഡൻസ് ഇൻ പ്രസന്റ് എമംഗ് ദ ആക്ടിവിറ്റി when the job are pooled. The end result is the joint effort of all the workers. Teamwork matters a lot in such jobs. Example of pooled jobs are job project teams, temporary task force and assembly team, etc. ഇനി പൂൾഡിൽ പറയുന്നത് എന്താണ്, ജോലികള് പൂൾ ചെയ്യുമ്പോൾ പ്രവർത്തനങ്ങളില് ഉയർന്ന സ്വാതന്ത്ര്യം കാണപ്പെടുന്നു. എല്ലാ തൊഴിലാളികളുടെയും സംയുക്ത പരിശ്രമമാണ് അന്തിമ ഫലമായിട്ട് പറയുന്നത് അല്ലെ, വരുന്നത്. ഓക്കെ, ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എല്ലാ തൊഴിലാളികളും ഒരുമിച്ച് കൂടി ഒരു ടീം വർക്ക് ആയിട്ട് നിന്ന് അവരുടെ ഒരു എഫേർട്ട് നമുക്ക് പറയാൻ പറ്റും അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിന്. അത്തരം ജോലികള് ടീം വർക്ക് വളരെ പ്രാധാന്യമാണ് അല്ലെ.
ഓരോരുത്തരും ഇപ്പൊ മറ്റൊരാള് മാറി നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് നല്ല രീതിയിൽ ഫൈനൽ പ്രൊഡക്ട്സ് ഒക്കെ മാറ്റാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, ഓരോ തൊഴിലാളികളുടെയും ടീം വർക്ക് അല്ലെ, കൂട്ടായ പ്രവർത്തനത്തെയാണ് ഈ പൂൾഡ് എന്ന് പറയുന്നത്. പൂൾഡ് ജോലികളുടെ ഉദാഹരണങ്ങൾ എന്താണ്, പ്രൊജക്ട് ടീമുകള്, താൽക്കാലിക ടാക്സ് ഫോഴ്സുകള്, അസംബ്ലി ടീമുകള് മുതലായവയാണ്. ഓക്കെ, ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ജോബിനെയാണ് നമ്മൾ പൂൾഡ് ജോബ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ടീം വർക്ക് ആയിട്ട് ഒരുമിച്ച് കൂട്ടമായി നിന്ന് ചെയ്യുന്ന ജോബിനെയാണ് പൂൾഡ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഇപ്പൊ ഒരു പ്രൊജക്ട് വർക്കുകളൊക്കെ ആണെങ്കിൽ എന്താണ്, ഓരോരുത്തരുടെയും ഒരു കൂട്ടായ ഒരു പ്രൊജക്റ്റിലുള്ള നമുക്കറിയാം. ഇപ്പൊ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നമ്മള് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അതിനകത്ത് ചിലപ്പോ 8 ടീം അല്ലെങ്കിൽ 10 ടീം വരെ ഉണ്ടാവും അല്ലെ. അവരുടെയൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് പ്രൊജക്ട് വർക്ക്, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ കൂട്ടായ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്, അതാണ് പൂൾഡ് ജോബ് എന്ന് പറയുന്നത്. ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോബിനെയാണ് പൂൾഡ് ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് three types of job in contest are as follows. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനകത്ത് ഇൻഡിപെൻഡന്റ് ഉണ്ട്, സീക്വൻഷ്യൽ ഉണ്ട്, പൂൾഡ് ഉണ്ട്. ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ ജോലി ചെയ്യുന്നത് എങ്ങനെയാണ്, അവര് എന്താണ് ഒരുമിച്ച് അല്ല അല്ലെ, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വർക്കുകളും കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ. പോസ്റ്റൽ സർവീസ്, ഫീൽഡ് സെയിൽസ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. സീക്വൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒരാള് ചെയ്ത ജോലി അല്ലെ, വിഭാഗത്തില് തൊഴിലാളി തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു തൊഴിലാളിയെ ആശ്രയിച്ചിരിക്കുന്നു. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഒരു സോപ്പ് നിർമ്മാണ കമ്പനിയിലാണെങ്കിൽ ഒരു എന്താണ് അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവന്ന് സോപ്പ് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് വരെ എന്താണ് ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് അല്ലെ. അപ്പോ ഒരു തൊഴിലാളി ചെയ്തതിനു ശേഷം മറ്റൊരു തൊഴിലാളിയിലേക്ക് ആ പ്രൊഡക്റ്റ് വരുന്നു, അങ്ങനെ അത് പാക്ക് ചെയ്യുന്നു, ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സീക്വൻഷ്യൽ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ അല്ലെ. അപ്പോ ഒരു തൊഴിലാളി തന്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ തൊഴിലാളിയെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി പൂൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ജോബിനെയാണ് പൂൾഡ് ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊജക്ട് വർക്ക് ഒക്കെയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. കൂട്ടമായിട്ട് നിന്നുകൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നു, അങ്ങനെ സക്സസ് ഉണ്ടാകും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ.
നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മിസ് എടുക്കാൻ പോകുന്നത് ഫോർത്ത് ചാപ്റ്റർ ആണ് കേട്ടോ. ഫോർത്ത് ചാപ്റ്റർ ആണ് ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ചെറിയ ചാപ്റ്റർ ആണ് നമ്മുടെ HRM ശരിക്കും പഠിക്കാനായിട്ട്. ഈ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇത്തിരി വലുതായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. പ്ലേസ്മെന്റ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, അങ്ങനെയുള്ള ഓറിയന്റേഷൻ, ഇങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ഓൺ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെഫിനിഷൻസ് കുറെ അല്ലെ കുറെ പഠിക്കാനുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പൊ അതൊക്കെ ടൈം കിട്ടുമ്പോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഫോർത്ത് ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ചെറിയ ചാപ്റ്റർ ആണ്, പെട്ടെന്ന് തീരുന്ന ചാപ്റ്റർ ആണ്, അധികം ബോറടിക്കില്ല. അങ്ങനെയുള്ളൊരു ചാപ്റ്റർ ആണ് ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ ആണ് ഇത്. ടാലന്റ് മാനേജ്മെന്റ് ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. Talent management indicates the skills of attracting highly skilled workers, integrating new workers, and improving and retaining current workers to meet the current and future business objectives. Talent management എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കുക, പുതിയ തൊഴിലാളികളെ സംയോജിപ്പിക്കുക, നിലവിലുള്ളതും ഭാവിയിലുള്ള ബിസിനസ് ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് നിലവിലുള്ള തൊഴിലാളികളെ മെച്ചപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുക എന്നീ കഴിവുകളെയാണ് നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ടാലന്റ് മാനേജ്മെന്റ് the skills of attracting highly skilled workers, integrating new workers, and improving and retaining current workers to meet the current and future business objectives. Okay, ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കുകയും പുതിയ തൊഴിലാളികളെ ഇന്റഗ്രേറ്റ് ചെയ്യുകയും സംയോജിപ്പിക്കുകയും നിലവിലുള്ളതും ഭാവിയിലുള്ള ബിസിനസ് ലക്ഷ്യങ്ങള് നിറവേറ്റുന്നതിനായിട്ട് നിലവിലുള്ള തൊഴിലാളികളെ മെച്ചപ്പെടുത്തുകയും അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ട്രെയിനിങ്ങുകള്, ഓരോ വർക്ക്ഷോപ്പുകള്, ഓരോ പ്രാക്ടീസുകളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ മെച്ചപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിലുള്ള ആവശ്യങ്ങൾ അല്ലെ, കമ്പനിയുടെ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ തക്ക രീതിയിലുള്ള ആളുകളെ, അവിടെ വർക്ക് ചെയ്യുന്നവരെ നമ്മള് അത്തരത്തിലുള്ള ആളുകളാക്കി മാറ്റാം അല്ലെ. ഗോൾ അച്ചീവ് ചെയ്യാൻ രീതിയിലുള്ള ആളുകളാക്കി മാറ്റാം ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാം. എങ്ങനെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുക? സാലറീസ്, അതുപോലെ തന്നെ ബോണസ്, പ്രമോഷൻ, ട്രാൻസ്ഫർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മള് പറഞ്ഞുകൊണ്ട് അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ പുതിയ എംപ്ലോയീസിനെ നമ്മൾ സംയോജിപ്പിക്കുകയും ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് തൊഴിലാളികളെ മെച്ചപ്പെടുത്താനായിട്ടും നിലനിർത്താനായിട്ടും ചെയ്യുന്ന ആ കഴിവിനെയാണ് നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് HR മാനേജർ ഈ ടാസ്ക്. അവിടെ 3 രീതിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് വൺ എന്താണ്? ഫൈൻഡിങ് ടാലന്റ് എംപ്ലോയീസ്. എന്താണ്? ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെ, കണ്ടെത്തുക ടാലന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ആരൊക്കെയാണ് നമ്മുടെ കമ്പനിയിൽ. അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റോ, സക്സസ് ഉണ്ടാവോ എന്നുള്ളത് നോക്കിയിട്ട് അത്തരത്തിലുള്ള എംപ്ലോയീസിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. പിന്നെന്താ? അക്വയറിംഗ് ടാലന്റഡ് എംപ്ലോയീസ്. അക്വയറിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക അല്ലെ.
ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ ഏറ്റെടുക്കുക. പിന്നെന്താ, റീറ്റെയിനിങ് ടാലന്റഡ് എംപ്ലോയീസ്, എന്താണ്, നിലനിർത്തുക അല്ലെ. റീറ്റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിർത്തുക. അപ്പൊ എങ്ങനെയാണ് നിലനിർത്താൻ പറ്റുക? നല്ല സാലറി ഓഫർ ചെയ്യാം, അതുപോലെ തന്നെ നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം, നല്ല രീതിയിലുള്ള കൊളീഗ്സ്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാം. പിന്നെ എന്തൊക്കെയാണ്, സാലറി, നല്ല സാലറി ഓഫർ ചെയ്യാം, നല്ലൊരു ബെനിഫിറ്റ്, ബോണസ് അല്ലെ, DA ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓഫർ ചെയ്യുമ്പോൾ ഏതൊരു എംപ്ലോയി ആണെങ്കിലും നമ്മുടെ കമ്പനിയിൽ നിലനിൽക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരെ നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓഫർ ചെയ്യണം. ഇതൊക്കെയാണ് ഇത് ടാലന്റ് മാനേജ്മെന്റ് ഫ്രം HR പോയിന്റ് ഓഫ് വ്യൂ. അതിൽ പറയുന്നതാണ് HR മാനേജറിന്റെ കീ ടാസ്കുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 തരത്തിലാണ്: ഫൈൻഡിങ് ടാലന്റഡ് എംപ്ലോയീസ്, അക്വയറിംഗ് ടാലന്റഡ് എംപ്ലോയീസ്, റീറ്റെയിനിങ് ടാലന്റഡ് എംപ്ലോയീസ്. ഓക്കെ, next, companies which are involved in talented management strategy tend to shift the duty of employees from the human resource department to all managers throughout the company. It's also called human capital management. Expanded HC എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം എന്താണെന്നുള്ളതും, അതുപോലെ തന്നെ അതിന്റെ എക്സ്പാൻഡ് ഫോമും ചോദിക്കാറുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് ചെറുതാക്കി എഴുതിയിട്ടുണ്ട് അവിടെ. ചിലപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഒരു നോട്ട് പോലെ ജസ്റ്റ് രണ്ട് ലൈനേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് refers to the strategic approach to managing an organizations workforce, focusing on acquiring, developing, and utilizing employees skills and abilities to drive business success. ഒന്നുകൂടി വായിക്കാം. Human capital management refers to the strategic approach to managing an organization's workforce, focusing on acquiring, developing and utilizing employees' skills and abilities to drive business success. എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഓർഗനൈസേഷനിലെ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഓർഗനൈസേഷൻ വർക്ക് ഫോഴ്സ് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രമാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
അതായത് ബിസിനസ് വിജയത്തിലേക്ക് നയിക്കുന്നതിന് ജീവനക്കാരുടെ കഴിവുകൾ അല്ലെ എബിലിറ്റീസ് നേടിയെടുക്കുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഹ്യൂമൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവിടുത്തെ വർക്കേഴ്സ്, അവിടുത്തെ സ്റ്റാഫുകളാണ് അല്ലെ. അവരുടെ കഴിവുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട്, അവരുടെ ക്യാപ്പബിലിറ്റി അറിഞ്ഞുകൊണ്ട് അത് നേടിയെടുക്കുന്നതിനായിട്ടും അത് വികസിപ്പിക്കുന്നതിനായിട്ടും അല്ലെ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ടും അത് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യണം, ഏതൊക്കെ പ്രോസസ്സിൽ യൂസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ വർക്ക് ഫോഴ്സ് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു തന്ത്ര സ്ട്രാറ്റജിയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗനൈസേഷനിലെ എന്താണ് ബിസിനസിന്റെ ഒരു സക്സസിന് വേണ്ടിയിട്ട്, ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ജീവനക്കാരുടെ കഴിവുകൾ നേടിയെടുക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും അത് ഉപയോഗിക്കുന്നതിനും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ക്ലിയർ ആയോ? HCM ക്യാപിറ്റൽ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് കേട്ടോ. ഇനി എന്താണ് ടാലന്റ് മാനേജ്മെന്റ്? ഈസ് ബേസിക്കലി കൺസേൺഡ് വിത്ത് coordinating, collaborating and managing different talents people have to offer within a company. This is carried out by studying and examining each individual on the basis of their skills, talent, personality, and character in relation to filling a particular vacancy within the company. അപ്പൊ എന്താ പറയുന്നത്? ഒരു കമ്പനിയിലെ ജീവനക്കാരുടെ വിവിധ കഴിവുകള്, നൈപുണ്യങ്ങള് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള വർക്കേഴ്സിന്റെ നൈപുണ്യങ്ങള്, കഴിവുകള് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. ഓരോരുത്തർക്കും ഡിഫറെന്റ് കഴിവുകളാണ്, ഓരോരുത്തരും ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ആണ് അല്ലെ. അപ്പൊ അവരുടെ കഴിവുകള്, നൈപുണ്യങ്ങൾ ഏതിലൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അത് യൂട്ടിലൈസ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കമ്പനിക്കുള്ളിലെ ഒരു പ്രത്യേക കഴിവ് നികത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെയും അവരുടെ കഴിവുകള്, വ്യക്തിത്വം, സ്വഭാവം എന്നിവയുടെ അടിസ്ഥാനത്തില് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നു. അപ്പൊ എന്താണ് കമ്പനിക്കുള്ളിൽ ഒരു പ്രത്യേക കഴിവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഇപ്പൊ എന്തെങ്കിലും വാക്കൻസിയോ അങ്ങനെ എന്തെങ്കിലും കുറവുകളൊക്കെ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ആ വേക്കൻസിയിലോട്ട് ഏതാണ് നമ്മൾ നിയമിക്കണം. അപ്പൊ എന്താണ് ഇപ്പൊ അക്കൗണ്ടന്റ് ആണെങ്കിൽ എന്താണ് MCom അല്ലെങ്കിൽ BCom പഠിച്ച ഒരു എംപ്ലോയിനെ കണ്ടെത്തണം, കഴിവുകൾ ഉണ്ടോ നോക്കാം, എക്സ്പീരിയൻസ് ഉണ്ടോ നോക്കാം അല്ലെ, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസുകൾ കൊടുക്കുക. ഇതൊക്കെയാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Okay. Every individual has different skills to offer, and the challenging part of a company is selecting those individuals who fit in with the existing company culture. Effective HR producers will be procedures will be able to classify these individuals and appoint them appropriately. എന്താ പറയുന്നത്? ഓരോ വ്യക്തിക്കും വ്യത്യസ്ത കഴിവുകൾ വാഗ്ദാനം ചെയ്യാനായിട്ട് കഴിയും. നിലവിലുള്ള കമ്പനി സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടുന്ന വ്യക്തികളെ തെരഞ്ഞെടുക്കുക എന്നതാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. ഫലപ്രദമായിട്ടുള്ള HR എന്താണ് HR മാനദണ്ഡങ്ങള് നമ്മള് അതെന്താണ് ഈ വ്യക്തികളെ തരംതിരിക്കാനായിട്ട് ഉചിതമായിട്ട് അവരെ നിയമിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തികൾക്കും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട്. അതനുസരിച്ച് കൊണ്ട് കമ്പനിക്ക് കമ്പനിയിലെ ചിലപ്പോൾ ടാർജറ്റ് വരാം, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങള് ഇന്ന ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെ.
അപ്പൊ ചില ആളുകള് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്ത് നമ്മുടെ കമ്പനിയിലേക്ക് എത്തി കഴിഞ്ഞാല് അവര് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അവരെന്താണ് അവിടെ വരാനായിട്ട് അവർക്ക് എന്താണ് സമ്മതം ഉണ്ടാവില്ല അല്ലെ, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് സമ്മതം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കാര്യങ്ങള് അല്ലെങ്കിൽ ഓരോ എന്താണ് കമ്പനിയുടെ സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടുന്ന വ്യക്തികളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ HR എന്താണ് മാനദണ്ഡങ്ങള് പാലിച്ചുകൊണ്ട് ഓരോ വ്യക്തികളെയും തരംതിരിച്ച് ഉചിതമായിട്ട് അവരെ നിയമിക്കാനായിട്ട് അല്ലെ, ഓരോ കാര്യങ്ങളും ചിലപ്പോ ഡിഫറെന്റ് വാക്കൻസികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്ത് അപ്ലൈ ചെയ്ത് അത് ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്ത് നമ്മൾ എന്താണ് ഓരോ ഡിഫറെന്റ് രീതിയിൽ അല്ലെ, ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ആളുകളെ നമ്മള് പല പല ഡിപ്പാർട്ട്മെന്റിലേക്കും വാക്കൻസികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് പല പല രീതിയിൽ വിഭാഗത്തിൽ നമ്മള് എന്താണ് തരംതിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ തരംതിരിച്ച് നമ്മൾ നിയമിക്കേണ്ടത് ആവശ്യമാണ്. അതൊക്കെ HR-ന്റെ ഒരു എന്താണ് HR മാനേജേഴ്സ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ള പ്രൊസീജിയേഴ്സും പോളിസീസും ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഇത് തിരഞ്ഞെടുക്കാനായിട്ടും അതുപോലെ തന്നെ അത് തരംതിരിച്ച് നിയമിക്കാനായിട്ടും. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ, ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.